സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ. ഏറെ വാശിയോടും ഉത്സാഹത്തോടും കൂടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. എല്ലാ ക്ലാസ്സുകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ നൽകി കുട്ടികൾ മത്സരത്തിനായി ഒരുങ്ങി. വോട്ട് ചോദിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും പ്രചരണ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയാണ് ഇത്തവണയും വോട്ടിംഗ് നടന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സുകളിലേക്കും ലീഡർമാരെയും അവരിൽ നിന്ന് സ്കൂൾ ലീഡറിനെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുത്തു. ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസറായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷേർലി ടീച്ചറും പോളിംഗ് ഓഫീസേഴ്സായി 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ നിർവഹിച്ചു. കേരളമൊട്ടാകെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തുന്ന ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാമിനേഷന് നമ്മുടെ സ്കൂളിൽ നിന്ന് 3 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അതിൽ 2 പേർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. ബെനീറ്റ ബിബിൻ തറക്കുന്നേൽ, ഋഷികേഷ് ബിജു തറമേൽ എന്നീ കുട്ടികളാണ് അവാർഡിന് അർഹരായത്. കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിൽ പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് ലെന എൽസ ഡോണി, ലളിതഗാനം അൽന മരിയ സാബു, നാടോടി നൃത്തം അൻസ മരിയ ഷോബറ്റ്, മാപ്പിളപ്പാട്ട് ജുവാന ബിജു, അറബിക് പദ്യം ചൊല്ലൽ ജോബൽ ജോയി, അഭിനയഗാനം വാലന്റീന അജിത്, കന്നഡ പദ്യം ചൊല്ലൽ ജോഹാൻ മനോജ്, തമിഴ് പദ്യം ചൊല്ലൽ ജുവൽ മരിയ അരുൺ, മലയാളം പദ്യം ചൊല്ലൽ ആൻഡ്രിയ ബാബു, ഇംഗ്ലീഷ് അഭിനയഗാനം ഋഗ്വേദ് ബിജു, ദേശഭക്തി ഗാനം, സംഘഗാനം എന്നിങ്ങനെ എല്ലാ മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ സോഷ്യൽ സയൻസ് ചാർട്ട് ആൻഡ്രിയ ബാബു, പേപ്പർ ക്രാഫ്റ്റ് അധിഷ്ഠലക്ഷ്മി രജീഷ്, ക്ലേ മോഡലിംഗ് എഡ്വിൻ ഷിബു, പ്രൊഡക്റ്റ് യൂസിംഗ് ബാംബു പ്രൊഡക്റ്റ് അലക്സ് മനോജ്, വേസ്റ്റ് മെറ്റീരിയൽ അൻവിൻ അനീഷ്, മാസ് സ്റ്റിൽ മോഡൽ ആദിദേവ് PB, ജിയോമെട്രിക്കൽ ചാർട്ട് ഋഗ്വേദ് ബിജു, മാത്സ് പസിൽ ലെന എൽസ ഡോണി, പ്രൊഡക്റ്റ് യൂസിംഗ് സ്ട്രോ ബോർഡ് ജോബൽ ജോയി, സയൻസ് കളക്ഷൻ ഏബൽ റിജി, സിമ്പിൾ എക്സ്പെരിമെൻറ്റ് വാലന്റീന, മാത്സ് നമ്പർ ചാർട്ട് ജുവാന ബിജു, എംബ്രോയ്ഡറി ആൽഫി മേരി ഷിജോ, സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ജോഹാൻ മനോജ്, സോഷ്യൽ സയൻസ് ചാർട്ട് സെറാമെരിയ, സയൻസ് ചാർട്ട് ജുവൽ മേരി അരുൺ, മാത്സ് ചാർട്ട് റയാൻ റിജി, ത്രെഡ് പാറ്റേൺ ഇമ്മാനുവൽ നോബി, വെജിറ്റബിൾ പെയിൻറ്റിംഗ് അൻസാമേരിയ, സയൻസ് കളക്ഷൻ നിരഞ്ജന, അഗർബത്തി നന്ദലാലേസ്, മേക്കിൻ ജസ്വിൻ ജിനു. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തത് സ്കൂളിന് അഭിമാനകരമായ നേട്ടം തന്നെയായിരുന്നു. മുരിക്കാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഓൾ കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി സണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കുമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
നവജ്യോതി നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ ലെസ്ലി സിസ്റ്ററിൻ്റെ പീസ് ഡേ ആഘോഷിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷെർലി ജെയിംസ് ബൊക്കെ നൽകി ആശംസകൾ അറിയിച്ചു. സിസ്റ്റർ എല്ലാവർക്കും മംഗളപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. KCSL ആനിമേറ്റർ ശ്രീമതി ലെസി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിച്ചു. എല്ലാ ദിവസങ്ങളിലും ചോറൂണിന് ശേഷം പള്ളിയിൽ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിച്ചു. ഏവരുടെയും സഹകരണത്തോടുകൂടി തേക്കുംതണ്ട് സിറ്റിയിൽ നിന്ന് വിവിധ പ്രച്ഛന്ന വേഷങ്ങളോടുകൂടി ശിശുദിന റാലി ആരംഭിച്ചു. മാതാപിതാക്കളും കുട്ടികളും റാലിയിൽ പങ്കെടുത്തു. സ്കൂളിലെത്തിയ ശേഷം ശിശുദിന മത്സരങ്ങൾ നടത്തി. PTA അംഗങ്ങൾ ഒരുമിച്ച് കുട്ടികൾക്കായി സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നൽകി കുട്ടികളെ സന്തോഷിപ്പിച്ചു. എല്ലാ ക്രിസ്മസിനും കേക്കുമായി കുട്ടികളെ കാണാനെത്തുന്ന യാക്കോബ് ചേട്ടനും മകനും സംഘവും പതിവ് പോലെ ഈ വർഷവും എത്തിച്ചേർന്നു. ക്രിസ്മസ് സന്ദേശം നൽകുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. യാക്കോബ് ചേട്ടൻ എല്ലാ കുടുംബങ്ങളിലേക്കും ഓരോ കേക്ക് നൽകി ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കുവച്ചു. KCSL സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ണീശോയെ സ്വീകരിക്കാനായി കുട്ടികളുടെ സഹകരണത്തോടുകൂടി പുൽക്കൂട് നിർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി PTA അംഗങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ക്രിസ്മസ് ട്രീ ഒരുക്കിയിരുന്നു. നിരവധി സമ്മാനങ്ങളും ബമ്പർ സമ്മാനങ്ങളും ഒളിപ്പിച്ചതായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ. സ്കൂൾ മാനേജർ ക്രിസ്മസ് ആശംസകൾ നേരുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. കരോൾഗാന മത്സരവും ക്രിസ്മസ് പാപ്പ മത്സരവും ഒക്കെയായി ക്രിസ്മസ് അടിപൊളിയായി ആഘോഷിച്ചു. എണ്ണിയാൽ തീരാത്ത പഠന പ്രവർത്തനങ്ങളിലൂടെയും ദിനാചരണങ്ങളിലൂടെയും ഒരു നിമിഷം പോലും കളയാതെ ആഘോഷമായി പഠിച്ചു വളരുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നു. നമ്മുടെ ഈ കൊച്ചുനാടിൻ്റെ ഐശ്വര്യമായി വിളങ്ങുന്ന ക്രിസ്തുരാജ് LP സ്കൂളിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ഇനിയും ഏവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഏവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് സ്റ്റാഫ് സെക്രട്ടറി അജിത് അഗസ്റ്റിൻ.